Hello everyone, welcome back to our YouTube channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പെയിൻറ്റിങ് ചെയ്യുന്നതാണ്. ഇത് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാവുന്ന രീതിയിൽ എങ്ങനെ വരയ്ക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു പേപ്പറാണ്. ഞാനിവിടെ ചാർട്ട് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ബ്രഷസ് വേണം. ഞാനിവിടെ ഒരു ഫ്ലാറ്റ് ബ്രഷും 2 റൗണ്ട് ബ്രഷും എടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്ന അക്രിലിക് കളേഴ്സാണ്. ഇനി നമ്മൾ നമ്മുടെ പേപ്പറിൻ്റെ 4 ഭാഗത്തും ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. ഔട്ട്ലൈൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ 4 സൈഡും സെല്ലോ ടേപ്പ് വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് വേണേൽ മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്യാം. മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എഡ്ജസ് കുറച്ചുകൂടെ ഫൈനായിട്ടും ഭയങ്കര ഷാർപ്പായിട്ടും ഇരിക്കുവേ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യം ഒരു പാലറ്റാണ്. ഞാനിവിടെ പ്ലേറ്റാണ് യൂസ് ചെയ്യുന്നത്. അക്രിലിക് കളർ യൂസ് ചെയ്യുന്ന കാരണമാണ് പ്ലേറ്റ് യൂസ് ചെയ്യുന്നത്. കളറിങ് പാലറ്റ് യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ അക്രിലിക് കളർ അവിടെ ഉണങ്ങി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ അത് വിട്ടുപോരാൻ പാടാണ്. ഇനി നമ്മൾ നമ്മുടെ ബേസ് കോട്ടായിട്ട് വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വൈറ്റ് കളറും ബ്ലൂ കളറും മിക്സ് ചെയ്ത് അതാണ് നമ്മുടെ ഫസ്റ്റ് ലെയറായിട്ട് അടിച്ചു കൊടുക്കുന്നത്. ഈ ബ്ലൂ കളർ മുകളിൽ നിന്ന് തുടങ്ങി ഒരു മിഡിൽ പോർഷൻ വരെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വൈറ്റ് കളറും വയലറ്റ് കളറും മിക്സ് ചെയ്ത് അതോടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് ലെയറായിട്ട് അത് അടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇച്ചിരി വൈറ്റ് കളർ മിക്സ് ചെയ്തിട്ട് വേണം അടിച്ചു കൊടുക്കാൻ. അപ്പോൾ അതൊന്ന് മേർജായി കിട്ടും. എന്നിട്ട് ലാസ്റ്റ് ലെയറായിട്ട് വൈറ്റ് കളറും പിങ്ക് കളറും മിക്സ് ചെയ്തൊരു ബേബി പിങ്ക് കളർ പോലത്തെ കളർ ഉണ്ടാക്കിയിട്ട് അതാണ് തേർഡ് ലെയറായിട്ട് ഏറ്റവും ലാസ്റ്റായിട്ട് അടിച്ചു കൊടുക്കുന്നത്. ഇനി ഏറ്റവും മണ്ടയ്ക്കത്തെ പോർഷനിൽ ഇച്ചിരി ഡാർക്ക് കളറായിട്ട് ഉള്ള ബ്ലൂ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. പെയിൻറ്റിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രഷ് നല്ലതായിട്ട് കഴുകി വെക്കുക എന്നുള്ളതാണ്. അക്രിലിക് കളർ യൂസ് ചെയ്യുന്ന കാരണം നമ്മുടെ ബ്രഷിൻ്റെ ടിപ്പ് ഹാർഡ് ആവാൻ ചാൻസ് ഉണ്ട്. അത് കാരണം പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ബ്രഷ് കഴുകി എടുത്ത് വെക്കണം. ഇനിയും നമ്മളിവിടെ പെയിൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഒരു റൗണ്ട് ടിപ്പ് ബ്രഷാണ്. ആ ബ്രഷും കൊണ്ട് നമ്മൾ ക്ലൗഡ്സാണ് വരച്ചു കൊടുക്കാൻ പോകുന്നത്. ഞാനിവിടെ വൈറ്റ് കളറും റെഡ് കളറും മിക്സ് ചെയ്തിട്ടൊരു പിങ്കിഷ് കളർ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ടാണ് ക്ലൗഡ്സ് വരച്ചു കൊടുക്കുന്നത്. അവിടെ ഇവിടെയുമായിട്ട് കുഞ്ഞു കുഞ്ഞു ക്ലൗഡ്സാണ് വരച്ചു കൊടുക്കുന്നത്. ഈ ക്ലൗഡ്സ് വരയ്ക്കുമ്പോൾ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എഡ്ജസ് കാണാൻ പാടില്ല. അതിനായിട്ട് ഞാനിവിടെ വെള്ളം കൊണ്ട് അതിൻ്റെ എഡ്ജസ് ഒന്ന് സ്മൂത്താക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ പിങ്ക് കളർ മാത്രമല്ല വയലറ്റ് കളറും കൊണ്ടും ക്ലൗഡ്സ് കുഞ്ഞു രീതിയിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. ക്ലൗഡ്സ് ഒക്കെ വരച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ പെയിൻറ്റിങ്ങിൽ ഏറ്റവും മോസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം വരയ്ക്കുകയാണ്. നമ്മളിവിടെ ഇലകളാണ് വരച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് ടിപ്പ് ബ്രഷ് യൂസ് ചെയ്ത് ഇലകൾ വരച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന പോലത്തെ 0.2 സൈസിലുള്ള ബ്രഷ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്ത് നമ്മൾ സാപ്പ് ഗ്രീൻ എന്ന് പറയുന്ന കളറും ബ്ലാക്ക് കളറും മിക്സ് ചെയ്ത് ഇച്ചിരി ഡാർക്കായിട്ടുള്ള കളർ ഉണ്ടാക്കി അതാണ് ഇവിടെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് പോലെ അല്ലെങ്കിൽ ചെറിയ ചെറിയ ലൈൻസ് പോലെയാണ് ഇലകൾ വരച്ചു കൊടുക്കുന്നത്.
അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലാം കുഞ്ഞു കുഞ്ഞു രീതിയിൽ ഇലകൾ വരച്ചു കൊടുത്തിട്ട് ഇച്ചിരി ഡാർക്ക് കളറും കൊണ്ട് അവിടെ ഇവിടെ ഇച്ചിരി ഷെയ്ഡ് പോലെ വരച്ചതിന് ശേഷം നമ്മൾ ഈ ബ്രഷും തുടച്ചിട്ട് എടുത്ത് മാറ്റി വെക്കുകയാണ്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് 0 ബ്രഷാണ്. ഞാനിവിടെ മെജന്ത കളർ യൂസ് ചെയ്താണ് നമ്മളിപ്പോൾ വരച്ച ഇലകളിൽ പൂക്കൾ വരച്ചു കൊടുക്കുന്നത്. ഈ പൂക്കൾ വരയ്ക്കുമ്പോൾ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു രീതിയിൽ വട്ടമായിട്ട് വേണം വരച്ചു കൊടുക്കാൻ. എന്നിട്ട് മജന്ത കളറിൻ്റെ തന്നെ പല ഷെയ്ഡിലുള്ള കളേഴ്സ് യൂസ് ചെയ്ത് ഞാനിവിടെ പൂക്കൾ വരയ്ക്കുന്നുണ്ട്. ഞാൻ മജന്തയിൽ വൈറ്റ് മിക്സ് ചെയ്തിട്ട് ലൈറ്റ് കളറായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇച്ചിരി ഡാർക്ക് ഷെയ്ഡിന് വേണ്ടിയിട്ട് മജന്തയിൽ തന്നെ റെഡ് കളർ മിക്സ് ചെയ്ത് അതും അടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഇവിടെയുമായിട്ട് നമ്മൾ ഇച്ചിരി ഗ്യാപ്പ് വിട്ട ഭാഗങ്ങളെല്ലാം പൂക്കൾ വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഇവിടെ എല്ലാം പൂക്കൾ വരച്ചതിന് ശേഷം ഗ്രീനിൻ്റെ തന്നെ ലൈറ്റ് കളറും ഡാർക്ക് കളറും യൂസ് ചെയ്ത് ആ ഇലകളൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഷെയ്ഡിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പെയിൻറ്റിങ്ങിലെ ഏറ്റവും ലാസ്റ്റായിട്ടുള്ള എലമെൻറ്റ്സ് വരച്ചു കൊടുക്കാൻ പോവാണ്. അതിനായിട്ട് ഞാൻ ബ്ലാക്ക് കളർ യൂസ് ചെയ്ത് ഇങ്ങനെ 3 ലൈൻസ് വരച്ചു കൊടുക്കുകയാണ്. ലൈൻസ് ഒക്കെ വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ 2 കുഞ്ഞി കിളികളെ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആകാശത്തൂടെ കുറേ കിളികൾ ഇങ്ങനെ പറന്നു പോകുന്ന രീതിയിലും വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കിളികളെയൊക്കെ വരച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ പെയിൻറ്റിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പെയിൻറ്റിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.